നമസ്കാരം. ഞാൻ ഡോക്ടർ സൂസൻ ജോസഫ്, കൺസൾട്ടൻറ്റ് ഗൈനക്കോളജിസ്റ്റ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രഗ്നൻസി സ്പേസിംഗ് എന്നതിനെക്കുറിച്ചാണ്. എന്താണ് പ്രഗ്നൻസി സ്പേസിംഗ്? അതായത് ഒരു ഡെലിവറിക്ക് ശേഷം അടുത്തതായിട്ട് ഗർഭിണിയാകുവാൻ ഉള്ള ആ ഇൻ്റർവൽ അതെത്ര വേണം എന്നതാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. എന്താണ് ഈ സ്പേസിംഗ് കൊണ്ടുള്ള അഡ്വാൻറ്റേജ് അമ്മയ്ക്കും കുഞ്ഞിനും എന്നുള്ളത് നമുക്ക് നോക്കാം. നമുക്കറിയാം, ഒരു ഡെലിവറി എന്ന് പറയുന്നത് വളരെ ഒരു ലേബറിങ് പ്രോസസ്സ് തന്നെയാണ്. അപ്പോൾ അമ്മയ്ക്ക് ഫിസിക്കലി, ഇമോഷണലി, മെൻ്റലി ഒക്കെ ഒന്ന് റിക്കവർ ചെയ്തതിന് ശേഷം അടുത്ത പ്രഗ്നൻസി ആവുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പോൾ ഈ സ്പേസിംഗ് കൊണ്ട് അമ്മയ്ക്ക് കിട്ടുന്ന ഗുണം, അമ്മയുടെ ആ പോഷകങ്ങളുടെ കുറവുകളെല്ലാം നികത്താനുള്ള സമയം, അതുപോലെ ചിലർക്ക് ഡെലിവറി ടൈമിൽ ബ്ലീഡിംഗ് ഒക്കെ കൂടുതലായിരുന്നെങ്കിൽ ഈ ഹിമോഗ്ലോബിനൊക്കെ ആ സമയം കൊണ്ട് നമുക്കൊന്ന് നോർമൽ ലെവലിലേക്ക് ആക്കാൻ സാധിക്കും. അങ്ങനെയുള്ള അഡ്വാൻറ്റേജസ് അമ്മയ്ക്കുണ്ട്. അതുപോലെ അമ്മയുടെ വെയിറ്റ്, നമ്മളെപ്പോഴും പറയും 6 മുതൽ ഒരു 12 മാസത്തിനകം തന്നെ നമ്മൾ ഈ അമ്മ പ്രഗ്നൻസിയിൽ ഗെയിൻ ചെയ്ത ആ വെയിറ്റൊക്കെ കുറച്ച് പ്രീ പ്രഗ്നൻസി, അതായത് പ്രഗ്നൻസിക്ക് മുമ്പുള്ള വെയിറ്റിലേക്ക് വരണമെന്ന് നമ്മൾ അമ്മമാരോട് റെക്കമെൻഡ് ചെയ്യാറുണ്ട്. അവരുടെ ആ ബോഡി മാസ് ഇൻഡെക്സ് ആ സമയം കൊണ്ട് അവർ നോർമലാക്കണം. പക്ഷേ ഇതിനൊന്നും അവർക്ക് അടുപ്പിച്ചടുപ്പിച്ചുള്ള പ്രഗ്നൻസി ആണെങ്കിൽ അതിനൊന്നും സമയം കിട്ടില്ല. വെയിറ്റ് കൂടുതൽ കൂടാനും അങ്ങനെ അവർക്ക് അതിൻ്റേതായ ദോഷങ്ങളുണ്ടാകാനും സാധ്യതയുണ്ട്. പിന്നെ കുഞ്ഞുങ്ങൾക്കുള്ള പ്രോബ്ലം നമ്മൾ നോക്കിയാൽ, ഒരു കുഞ്ഞിൻ്റെ, പ്രത്യേകിച്ച് 2 വയസ്സിൽ താഴെയുള്ള ഈ ഒരു കുഞ്ഞിൻ്റെ ഏറ്റവും വലിയൊരു ത്രെറ്റാണ് ഒരു സിബ്ലിങ്ങിൻ്റെ ജനനം എന്ന് പറയാറുണ്ട്. കാരണം അവന് കിട്ടേണ്ട കൺസേൺ, അവന് കിട്ടേണ്ട ഇമോഷണൽ ആ ബോണ്ട്, അമ്മയുമായിട്ടുള്ള ആ ബോണ്ട്, അതുപോലെ അവന് കിട്ടേണ്ട ബ്രസ്റ്റ് മിൽക്ക്, ഇതിനെല്ലാം കുറവ് വരികയാണ് ഒരു സിബ്ലിങ്ങിൻ്റെ ജനനത്തോടെ. അപ്പോൾ പിന്നെ അടുത്ത ഒരു ഡെലിവറി മൂലം, അടുപ്പിച്ചുള്ള ഒരു പ്രസവം മൂലം ഇനിയത്തെ ജനിക്കാനിരിക്കുന്ന കുഞ്ഞിന് വരാവുന്ന പ്രോബ്ലംസ്, മാസം തികയാതെയുള്ള പ്രസവം, അതായത് പ്രീടേം ഡെലിവറി, വെയിറ്റ് കുറവുള്ള അവസ്ഥ, അതായത് ലോ ബർത്ത് വെയ്റ്റിൻ്റെ പ്രോബ്ലം, അതുപോലെ തന്നെ ഈവൻ മേയോ ക്ലിനിക്കിൻ്റെയൊക്കെ ഒരു ചില സ്റ്റഡീസ് കാണിക്കുന്നത് ഈ ഓട്ടിസം പോലുള്ള പ്രോബ്ലം, ഓട്ടിസ്റ്റിക് സ്പെക്ട്രം ഒരു 2 to 3 times കൂടുതലാണ് ഈ പ്രഗ്നൻസി സ്പേസിംഗ് 12 മാസത്തിൽ കുറവ് ആണെങ്കിലെന്ന്. അതായത് ഒരു ഡെലിവറിക്ക് ശേഷം 1 വർഷത്തിനകം തന്നെ അടുത്ത പ്രഗ്നൻസി ആയാൽ ഇങ്ങനെയുള്ള മാനസികമായ പ്രോബ്ലംസും കുഞ്ഞിനുണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന് ചില സ്റ്റഡീസ് തെളിയിക്കുന്നുണ്ട്. അസോസിയേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും പ്രോബ്ലംസും ഇതിന് കാരണമാകുന്നുണ്ടോ എന്ന് സ്റ്റഡി ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ അറിവിലേക്ക് ഈ ഒരു സ്റ്റഡി ഞാൻ പറഞ്ഞു എന്നതേ ഉള്ളൂ. പിന്നെ ഓരോരുത്തരുടെ ഈ പ്രഗ്നൻസി സ്പേസിംഗ് ഓരോരുത്തരുടെയും വളരെ പേഴ്സണലായിട്ടുള്ള കാര്യമാണ്. അവരുടെ കപ്പിളിൻ്റെ ഏജ്, അവർക്ക് എത്ര കുട്ടികൾ വേണം എന്നതിനെക്കുറിച്ചുള്ള അവരുടെ ഐഡിയ, അവരുടെ ആ തീരുമാനം, അതുപോലെ തന്നെ ഓരോരുത്തരുടെ കൾച്ചറൽ പ്രാക്ടീസ്, ഇതെല്ലാം ഈ സ്പേസിങ്ങിന് ഡിപ്പെൻഡ് ചെയ്യുന്നു. പ്രത്യേകിച്ച് ഏജൊക്കെ കൂടുതലായിട്ടുള്ളവർ, അവർ ആദ്യത്തെ പ്രഗ്നൻസി തന്നെ വളരെ ഡിലേഡ് ആയിട്ടുണ്ടെങ്കിൽ അടുത്ത പ്രഗ്നൻസിക്ക് കൂടുതൽ വെയിറ്റ് ചെയ്യാൻ പറ്റില്ല എങ്കിൽ അവർക്ക് ആവശ്യമായ ഫോളിക് ആസിഡിൻ്റെ കുറവുണ്ടാവാതിരിക്കാൻ ഫോളിക് ആസിഡ് വൈറ്റമിൻ നേരത്തെ തന്നെ അവർക്ക് കൊടുത്തു തുടങ്ങും. മിനിമം ഒരു 2 മാസം മുമ്പ് തന്നെ കൊടുത്തു തുടങ്ങണം. റുബെല്ലയുടെ വാക്സിൻ എടുക്കാത്തവർ റുബെല്ല വാക്സിൻ എടുക്കണം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ആ പ്രീ പ്രഗ്നൻസി കൗൺസിലിംഗ് എന്ന നമ്മുടെ വീഡിയോയിൽ പറയുന്നുണ്ട്. അതിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഈ ഐഡിയൽ ഇൻ്റർവൽ നമ്മൾക്ക് 1.5 വർഷം മുതൽ 5 വർഷം വരെയാണ്. 5 വർഷത്തിന് ശേഷം പ്രഗ്നൻസി ആവുന്നതും അത്ര അഭികാമ്യമല്ല. കാരണം നമുക്കറിയാം, 5 വർഷത്തിന് ശേഷം ഡെലിവറി ആകുമ്പോൾ ഈ 2ാമത്തെ ഡെലിവറി അല്ലെങ്കിൽ 3ാമത്തെ ഡെലിവറിയൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ പെട്ടെന്ന് ആവണമെന്നില്ല. ഡെലിവറിയുടെ പ്രോസസ്സ് ഡിഫിക്കൽട്ടായിരിക്കാം, പ്രഗ്നൻസിയുടെ കോംപ്ലിക്കേഷൻസ് കൂടുതലായിരിക്കാം. പിന്നെ അമ്മയുടെ ഏജ് 35 എബോവ് ആയി കഴിയുമ്പോൾ കുഞ്ഞിന് ജനന വൈകല്യങ്ങളൊക്കെ ഉണ്ടാകാം. പ്രഷർ പോലെയൊക്കെയുള്ള പ്രോബ്ലംസൊക്കെ ഉള്ളവർക്ക് ഈ സ്പേസിങ് കൂടുന്നതനുസരിച്ച് ഈ കോംപ്ലിക്കേഷൻ പിന്നെയും കൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഐഡിയൽ ടൈം ഇൻ്റർവൽ 1.5 വർഷം മുതൽ 5 വർഷം വരെയാണ്. പിന്നെ ആദ്യത്തേത് സിസേറിയൻ ആണെങ്കിൽ അടുത്ത ഡെലിവറിക്ക് മുമ്പ് തീർച്ചയായിട്ടും ഒരു 1.5 വർഷം തീർച്ചയായിട്ടും വെയിറ്റ് ചെയ്യണം, ഊണ്ട് പ്രോപ്പറായിട്ട് ഹീലാവാനായിട്ട്. അല്ലെങ്കിൽ അടുത്ത ഡെലിവറിക്ക് ഈ യൂട്രസിൻ്റെ റപ്ചർ, അതായത് യൂട്രസിൻ്റെ ആ മുറിവ് പൊട്ടിപ്പോകാനും തൽഫലമായി അമ്മയ്ക്കും കുഞ്ഞിനും ജീവന് തന്നെ ഹാനികരമാകുന്ന അവസ്ഥയും ഉണ്ടാകാം. അതുകൊണ്ട് ആദ്യത്തെ സിസേറിയൻ കഴിഞ്ഞ് അടുത്തത് നോർമൽ ഡെലിവറി ആകണമെന്ന് ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും ഈ സ്പേസിംഗ് നിർബന്ധമായിട്ടും പാലിക്കണം. അതുപോലെ ബ്രസ്റ്റ് ഫീഡിങ് ചെയ്യുന്നതിനും കുഴപ്പമില്ല. അത് പ്രഗ്നൻസി ആയി കഴിഞ്ഞാൽ 5 മാസത്തിന് ശേഷം മാത്രം ബ്രസ്റ്റ് മിൽക്ക് സ്റ്റോപ്പ് ചെയ്താൽ മതിയാകും, ബ്രസ്റ്റ് ഫീഡിങ് സ്റ്റോപ്പ് ചെയ്താൽ മതിയാകും. ആദ്യത്തെ 5
5 മാസം ഗർഭിണിയാണെങ്കിലും അത് കൊടുക്കുന്നതിന് യാതൊരു കുഴപ്പവും കുഞ്ഞിന് ഉണ്ടാവില്ല. പിന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ഈ മിസ്കാരിയേജ് അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ അബോർഷനായി കഴിഞ്ഞിട്ട് ഇത്രയും സ്പേസിങ് ആവശ്യമുണ്ടെന്ന് ചിലർ ചോദിക്കും. അതിൻ്റെ ആവശ്യമില്ല. കാരണം ഒരു അബോർഷന് ശേഷം ഒരു 3 മാസത്തിന് ശേഷം, അതായത് ഒന്ന് ഫിസിക്കലി ഇമോഷണലി ഒക്കെ ഒന്ന് റിക്കവറി ചെയ്ത് കഴിഞ്ഞിട്ട് അടുത്ത പ്രഗ്നൻസിക്ക് വേണ്ടി ട്രൈ ചെയ്യുന്നതിന് ഒരു കുഴപ്പവുമില്ല. അപ്പോൾ ഈ സ്പേസിങ്ങിന് വേണ്ട ഇഫക്റ്റീവായിട്ടുള്ള കാര്യങ്ങൾക്ക് നിങ്ങളുടെ ഡോക്ടറുമായിട്ട് ഡിസ്കസ് ചെയ്യണം. ഇഫക്റ്റീവായിട്ടുള്ള ഗർഭനിരോധന മാർഗ്ഗങ്ങൾ, കോപ്പർട്ടി പോലെയുള്ള ഏത് അവസ്ഥയിലും ഇടാവുന്ന കോപ്പർട്ടി, അതായത് ബ്രസ്റ്റ് ഫീഡിങ്ങിൻ്റെ ടൈമിൽ വേറെ മെഡിസിൻസ് എടുക്കുന്നവർക്കൊക്കെ ഉപയോഗിക്കാവുന്നതാണ് ഈ കോപ്പർട്ടി പോലെയുള്ള മാർഗ്ഗങ്ങൾ. അപ്പോൾ അതിനെക്കുറിച്ച്, അല്ലെങ്കിൽ കോണ്ടം പോലെയുള്ള മെത്തേഡ്സിനെ കുറിച്ച്, ഇഞ്ചക്ഷൻസ്, ഹോർമോൺ ലൂപ്പ്, അങ്ങനെ പല മെത്തേഡുകൾ നിങ്ങൾക്ക് ഈ സ്പേസിങ്ങിനെ സഹായിക്കും. അത് നിങ്ങളുടെ ഡോക്ടറുമായിട്ട് ഡിസ്കസ് ചെയ്യേണ്ടതാണ്. ഈ സ്പേസിങ് നമ്മൾ പൂർണ്ണമായിട്ട് നന്നായിട്ട് ഇഫക്റ്റീവായിട്ട് യൂസ് ചെയ്താൽ അത് നിങ്ങൾക്കും നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും വളരെ ഇഫക്റ്റീവാണ്. നിങ്ങളുടെ ആ കുഞ്ഞുങ്ങൾക്കും മാനസികവും ശാരീരികവുമായൊക്കെ ആരോഗ്യത്തോടെ വളരുവാൻ അത് നിങ്ങളെ സഹായിക്കും. അപ്പോൾ ഈ പ്രഗ്നൻസി സ്പേസിങ്ങിനെ കുറിച്ചുള്ള വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് ഡു നോട്ട് ഫോർഗെറ്റ് ടു കമൻറ്റ്. നന്ദി, നമസ്കാരം.